സുബ്ഹാനല്ലാ. നാടന്മാരെ കാലാണിത്, മൂല്യന്മാരെ കാലല്ല. നാടന്മാരാണ് ഇനി കൈകാര്യം ചെയ്യുക, നാടന്മാര് ചോദിക്കും, നാടന്മാര് ചോദ്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുരുവട്ടൂര് കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ റമദാനിന് മുമ്പ് ഇറങ്ങിയതായിരുന്നു. ഷവ്വാല് കഴിഞ്ഞിട്ട് അങ്ങനെ കാട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അന്ന് കോമാട്ടുചാലിൽ അദ്ദു പറഞ്ഞു, ഇത് നാടന്മാരെ കാലാണ്, നാടന്മാർ നിങ്ങളെ ചോദ്യം ചെയ്യും. അന്ന് കേട്ടോ കാണിയത് പറയുന്നുണ്ട്, അന്ന് കേട്ടോ ഒക്കെ നമുക്ക് ആദിക്കും. ആ കാലം കഴിഞ്ഞിനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല, ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. അപ്പൊ മൂല്യന്മാരെ കാലം കഴിഞ്ഞു, ഇനി നാടന്മാരായ മനുഷ്യന്മാരെ കാലാണ് എന്നാണ് വട്ടൂരി ഷെയ്ഖ് പറഞ്ഞത്, കോമാട്ടുചാലിൽ അദ്ദു പറഞ്ഞത്. ശരിയാണെന്ന് ബോധ്യപ്പെട്ട്, ശരിയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. നാടന്മാരുടെ കാലാണ്, ഇനി നാടന്മാരാണ് ചോദ്യം ചെയ്യുക. എന്ത് കണ്ടാലും നാടന്മാരങ്ങ് ചോദ്യം ചെയ്യും. തട്ടിപ്പ് കണ്ടാൽ നാടന്മാർ ചോദ്യം ചെയ്യും. അത് സദസ് ഇന്നലെ ചോദ്യം ചെയ്യും. കൂട്ടരെ, ഇന്നലെ മടവൂര് കോട്ടയില് ഷാദുലി റാത്തീബ് എടുക്കുകയാണ്. അപ്പൊ ഈ ചങ്ങായി കോമാട്ടുചാലിൽ അദ്ദു വന്നു. അദ്ദു വന്നപ്പോ അദ്ദുവിനെ ദ്വാരക്കാൻ ഏൽപ്പിച്ചു. അദ്ദു ദ്വാരക്കാണ്. സുബ്ഹാനല്ലാഹ്, ലൈവിന്റെ പ്രശ്നത്തിൽ ലൈവിന്റെ കാര്യം ഭയങ്കര വിഷയാക്കിയിരുന്ന ആളാണ് നമ്മളെ നൗസു. കുറ്റ്യാടിയില് സുലൈമാൻ ഉസ്താദ് വരുന്ന സമയത്ത് ലൈവ് കൊടുത്തില്ല. മറ്റുള്ളവരൊക്കെ വന്നപ്പോൾ ലൈവ് കൊടുത്തു. എന്തെങ്കിലും നിങ്ങൾക്ക് അപ്പം പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ലൈവിന്റെ കാര്യത്തിൽ ഭയങ്കര ഒച്ചുണ്ടാക്കി. നാടന്മാരെ കാലാണെന്ന് പറഞ്ഞപ്പോൾ നാടന്മാരത് പോൽക്ക് തന്നെ തിരിച്ചടിച്ചു. ഇനിയോ ലൈവിന്റെ കാര്യമാണ് വെച്ചാൽ അതുപോൽക്ക് തിരിച്ചടിച്ചു. ഈ രണ്ടും നിങ്ങൾക്ക് കാണാം. നാടന്മാരെ കാലാണെന്ന് പറഞ്ഞല്ലോ, ശരിയാണ്. കോമാട്ടുചാലിൽ അദ്ദു ദ്വാരക്കണീൻ്റെ അടിയിലാണ് ഒരു നാടൻ കയറിയാണ്ട് ചോദ്യം ചെയ്യുന്നത്. റിഫായി റാത്തീബിൽ ദ്വാരക്കുന്നതിൻ്റെ അടിയിൽ റിഫായി റാത്തീബിൽ അവസാനത്തിൽ ദ്വാ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് കോമാട്ടുചാലിൽ അദ്ദുവിനെ ഏൽപ്പിച്ചത്. അങ്ങനെ അദ്ദുവിനെ ഏൽപ്പിച്ചപ്പോ അദ്ദു ദ്വാരക്കാണ്. ദ്വാരക്കണീൻ്റെ അടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അവിടെ എന്തോ സംഭവിച്ചെന്നുള്ളവാനും അത് നാടന്മാര് ചോദ്യം ചെയ്യണ കണ്ടോളിയും. ഇനി നാടന്മാര് ചോദ്യം ചെയ്യുന്നത് കാണും ചെയ്യാം. അതുപോലെ തന്നെ എവിടെ നിങ്ങളെ ലൈവ് എവിടെ എന്ന് ചോദിച്ചിട്ട് നൗഷാദ് ഇങ്ങനെ കടന്ന് തുള്ളിയിരുന്നല്ലോ കുറ്റ്യാടിയത്തെ. ഈ ലൈവ് കട്ടാക്കി പോയി. ലൈവിന്റെ പൂതിയോൽക്ക് തീർന്നു, നാടന്മാരെ പൂതിയും തീർന്നു, ലൈവിന്റെ പൂതിയും തീർന്നു. സുബ്ഹാനല്ലാഹ്, ചോദ്യം ചെയ്തും പാട് ആ ലൈവ് അങ്ങോട്ട് കട്ടാക്കി. അവിടെ വെച്ച് ലൈവ് കട്ടാക്കി. യൂട്യൂബിൽ എവിടെ തെരഞ്ഞാലും അതിന്റെ പൂർത്തിയായിട്ട് കിട്ടൂല. ആ റിഫായി റാത്തീബിന്റെ ദ്വാ പകുതിയേ കിട്ടുള്ളൂ. മണിക്കൂറുകളുണ്ട്. ഞാനത് മുഴുവൻ പരുതി നോക്കുന്ന സമയത്ത് റിഫായി റാത്തീബിന്റെ ദ്വാ പകുതിയുള്ളൂ. അവിടുന്നാണ്ടില്ല. കാരണം എന്താ? അവിടുന്ന് അങ്ങോട്ട് നാടന്മാര് ചോദ്യം ചെയ്തു ഷെയ്ഖിനെ. നാടന്മാര് കോമാട്ടുചാലിൽ അദ്ദുവായ ഷെയ്ഖിനെ ചോദ്യം ചെയ്തു. അപ്പൊ ലൈവും കട്ടായി. അപ്പൊ രണ്ട് ഓല നെഞ്ചത്തേക്ക് എന്നെ മലർന്നു തുപ്പിയ മാതിരി അങ്ങോട്ട് എത്തിപ്പെട്ടു. നാടന്മാരും ഓരോ ചോദ്യം ചെയ്യലെടുത്തി, ലൈവ് ഒരു കട്ടാക്കിയാണ്ട് പ്രൈവറ്റ് ആക്കി, അതൊക്കെ ക്ലിയർ ആക്കി ഇപ്പൊ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കണം, ഇതൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ പാടത്തുനിന്ന് പണിയെടുത്താ പാടത്തുനിന്ന് തന്നെ കൂലിട്ടും. കണ്ടത്തിൽ പണിയെടുത്താൽ കണ്ടത്തുനിന്ന് കൂലിട്ടും. വരമ്പത്തേക്കൊന്നും കയറണ്ട, അതിന് മുന്നേ തന്നെ കൂലിട്ടുന്ന കാല. എന്ത് കരുതിയേച്ച് മലർന്ന് തുപ്യമായി ഒക്കെ നെഞ്ഞത്തേക്ക് തന്നെ വരികയല്ലേ. വരും നിങ്ങൾക്ക് വരുവടാ, വരാതിരിക്കൂല. നിങ്ങൾ കളിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഉന്നത സ്ഥാനങ്ങൾ കൈവരിച്ച മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അതുപോലെ തന്നെ മറ്റു മഹത്തുക്കൾ, കഴിഞ്ഞുപോയ ഒരുപാട് ആലിമീങ്ങളുടെ കുരുത്തവും പൊരുത്തവും വാങ്ങിയ മൗലാന പേരോട് ഉസ്താദ്, പ്രസംഗിക്കാൻ വേണ്ടിക്കൊണ്ട് സ്വന്തം ഉസ്താദ് തന്നെ പറഞ്ഞുവിട്ട മൗലാന പേരോട് ഉസ്താദ്, അതുപോലെ തന്നെ ബദറുസാദാത്ത്, അതുപോലെ പൊന്മള ഉസ്താദ്, ഇതുപോലത്തെ മഹാന്മാരെയാണ്
എടാ പോടാ കള്ള ശൈത്താനെ ഇബ്ലീസ് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നത് അതിന് അള്ളാഹു തരുന്ന ഇരുട്ടടിയാണ് നിങ്ങൾക്ക് ഇതൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് കണ്ടു നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് അങ്ങോട്ട് ലൈവിലില്ല. ഈ ഭാഗമല്ല ലൈവിൽ കേട്ടോ. ഇത് അപ്പൊ കിട്ടിയതാണ് പെട്ടെന്ന്. ഇതൊന്നും ലൈവിലില്ലേ, ഇതൊന്നും അവരിട്ട് അപ്ലോഡ് ചെയ്തതിലില്ല. ഇത് നമ്മക്ക് കിട്ടിയതാണ്. നമ്മക്ക് കിട്ടുന്ന് അയച്ചു തരാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ അതിലില്ലേ. അവര് നടത്തുന്ന പരിപാടി അപ്പപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടേ. നമ്മളെ ആൾക്കാർ അവിടെ ഉണ്ട്. അവിടെ കൈപിടിച്ച് ആടിനോടത്തൊക്കെ നമ്മളെ ആൾക്കാരുണ്ട്. അപ്പൊ ഓൻ മനസ്സിലാക്കിയിട്ടില്ല. ഓന്റെ പുതിയ വെള്ളം കുടിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെന്നാ. ഓന്റെ അവലും വെള്ളം കുടിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ. അല്ലാത്തവരും ഉണ്ടോ അവിടെ. നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ പരിപൂർണ രൂപം വിട്ടു തരാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആള്. കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അത് കിട്ടും ഇൻഷാ അല്ലാഹ്. ജന്ത കരുതിയത് എൻ്റെ ആൾക്കാര് കൂട്ടത്തിൽ ഞമ്മക്ക് അയച്ചു തരാൻ പറ്റിയവരുണ്ട് അവിടെ. അതല്ലേ രസം. പിന്നെ ഷെയ്ഖ് റാത്തീബിൽ ആടിനുണ്ട്. കോമാട്ടുചാലിൽ അദ്ദു ആടിനോടുത്ത് അദ്ദുവിനോട് ഈ സ്വകാര്യം പറയുന്ന ആളുണ്ടല്ലോ. ഇപ്പൊ ഈ റാത്തീബിൽ കാണുന്നത് അതാ ഈ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ചങ്ങായി ഇയാള് തങ്ങളാണ് കേട്ടോ. സോറി അസ്തഗ്ഫിറുല്ലാഹ്. ഒരു തങ്ങളാണ്. ആ തങ്ങള് കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് വേണ്ടിക്കൊണ്ട് പ്രസംഗിക്കാൻ നടന്നിയ ആളാ. ത്വാഹ തങ്ങൾ എന്ന അയാളുടെ പേര്. ത്വാഹ. അയാൾ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടിക്കൊണ്ട് നടന്നിയ ആളാണ്. മത്സരിക്കാൻ നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് സംശയമുള്ളൂ. ഏതായാലും പ്രസംഗിക്കാൻ വേണ്ടിക്കൊണ്ട് പലയിടത്തും നടന്നിട്ടുണ്ട്. എനിക്കറിയുന്ന ആളാണ്. ഞങ്ങൾ സ്റ്റേജിൽ ഒരു പരിപാടിയിൽ ഒരുമിച്ചിരുന്നു ഒരു സമയത്ത്. എന്നാൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസംഗിക്കാൻ നടന്നിരുന്നു. താമരക്ക് വലിയ പവറൊക്കെ പറഞ്ഞിട്ട് താമര എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ വലിയ വിശദീകരണവുമായി കൊണ്ട് നടന്നിരുന്നു. അയാളാണിപ്പോൾ ഈ ഷാദിലി റാത്തീബിൽ ഷെയ്ഖ് കോമാട്ടുചാലിൽ അദ്ദുവിനെ കൊണ്ട് മന്ദിരിക്കുന്നത്. അദ്ദുവിനോട് പറയണത് ദാ യഹ്യൽ ബുഖാരി തങ്ങൾ നിങ്ങളോട് തന്നെ ചാടാൻ പറഞ്ഞെങ്കിൽ ചാടിക്കൂടി എന്ന് പറയാണ്. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു? അവിടെ ചാടി പുറത്തേക്ക് ചാടുകയാണ്. ഏതായാലും വല്ലാത്തൊരവസ്ഥ. സുബ്ഹാനല്ലാഹ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിങ്ങനെ പറയാം. അതുപോലും പമ്പൈസിന് അറിയില്ല. പമ്പൈസ് അറിയണോ കണിഞ്ഞ് വആഖിറു ദഅവാനാ അറിയും. ഭയങ്കര രസല്ലേ. അത് പറയാനും കൂടി കിട്ടണില്ലേ. എന്താ എന്നിട്ടാ ഇപ്പൊ ബലി പ്രസംഗിക്കാൻ നടക്കുന്നത്? വല്ലാത്തൊരു കോള്.